റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന ഈ സീരീസിൻ്റെ 8ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിറ്റിലിയസിനെ അതിക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. വർഷം 69 CE ആണ്, അല്ലെങ്കിൽ 69 AD ആണ്. അതിനുശേഷം ചക്രവർത്തിയായിട്ട് സ്വയം അവരോധിക്കപ്പെടുന്നത് വെസ്പേഷ്യനാണ്. പുതിയൊരു ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുകയാണ്. ജൂലിയോ ക്ലൗഡിയൻ ഡൈനാസ്റ്റി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ ഫ്ലാവിയൻ ഡൈനാസ്റ്റിയുടെ തുടക്കമാണ്. പക്ഷേ വെസ്പേഷ്യന് വലിയ രീതിയിലുള്ള ഭയം തന്നെയാണ് ഉള്ളത്. കാരണം തൊട്ട് മുൻപുള്ള ഒരു വർഷം, ആ ഒരു വർഷത്തിൽ 4 ചക്രവർത്തിമാരാണ് മരണമടഞ്ഞത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ചക്രവർത്തിമാരെ കൊന്നുകൊണ്ടേയിരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുകയില്ല എന്ന് വെസ്പേഷ്യന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ചക്രവർത്തിമാരെ പോലെ ആയിരുന്നില്ല വെസ്പേഷ്യൻ. നല്ല നേതൃപാഠവുമുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. ആദ്യം തന്നെ റോമൻ പട്ടണത്തിലെ കാര്യങ്ങളൊക്കെ തന്നെയും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഇളയ മകനായിട്ടുള്ള ഡൊമേഷ്യനെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നേരിട്ട് പോകുന്നത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. റോമൻ പട്ടണത്തിലേക്ക് ഒരു രീതിയിലും ധാന്യമണികളായിട്ട് കപ്പലുകൾ പോകാൻ പാടില്ല. ആ ഒരു നിയമം ഉറപ്പാക്കിയതിന് ശേഷമാണ് അദ്ദേഹം റോമിലേക്ക് പുറപ്പെടുന്നത്, അല്ലെങ്കിൽ വിറ്റിലിയസിനെതിരെ യുദ്ധം ആരംഭിക്കുന്നത്. പക്ഷേ യുദ്ധത്തിൽ വിജയിച്ചതുകൊണ്ട് ഇനി അങ്ങനൊരു ബാൻ തുടർന്നു പോകേണ്ട ആവശ്യമില്ല. റോമൻ പട്ടണമെന്ന് പറയുന്നത് ഇനി വെസ്പേഷ്യൻ്റെ പട്ടണം തന്നെയാണ്. അവിടേക്ക് ഷിപ്പുകൾ യാത്ര പുറപ്പെടേണ്ടതാണ്, ധാരാളമായിട്ട് ധാന്യമണികളുമായിട്ട്. പക്ഷേ ഈ ഒരു ഓർഡർ എത്തിക്കാനായിട്ട് അദ്ദേഹം നേരിട്ട് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പകരം മറ്റ് ഏതെങ്കിലും ഒരു ഗവർണറിനെയോ അല്ലെങ്കിൽ ഒരു കമാൻഡറിനെയോ അയച്ചാൽ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യം ആക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ഫറോ ആയിട്ട് മാറുക. ഈജിപ്റ്റ് ഭരിക്കുന്ന ചക്രവർത്തി അല്ലെങ്കിൽ രാജാവാണ് ഫറവോ. അവസാനത്തെ ഫറവോ ക്ലിയോപാട്രയായിരുന്നു. ക്ലിയോപാട്രയുടെ മരണത്തിന് ശേഷം ആരും ഫറവോ ആയിട്ടില്ല. കാരണം അതിനുശേഷം ഈജിപ്റ്റ് ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രൊവിഷ്യൻ മാത്രമായിരുന്നു. പക്ഷേ വെസ്പേഷ്യന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാകുന്നതിന് തൊട്ട് മുൻപ് ഫറോ ആകണമെന്ന്. ഈജിപ്തിൽ പോയി വലിയ ആഘോഷ ചടങ്ങുകൾ നടത്തണമെന്ന്. ആ ഒരു ലക്ഷ്യം കൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് അദ്ദേഹം ഈജിപ്തിലെത്തുന്നത്. ഈജിപ്തിലെ അലക്സാൻഡ്രിയ നഗരത്തിൽ പിന്നീട് അങ്ങോട്ട് ആഘോഷത്തിൻ്റെ രാവുകളായിരുന്നു. മാസങ്ങളോളം നീണ്ടുനിന്ന ആഘോഷങ്ങൾ. ആ ആഘോഷങ്ങൾക്കിടയിൽ അദ്ദേഹം അവിടുത്തെ ഫറോ ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട്. ഫറോ എന്ന് പറയുമ്പോൾ ഈജിപ്തിൻ്റെ ദേവൻ കൂടിയാണ്. റോമൻ സാമ്രാജ്യത്തിലെ റോമൻ ചക്രവർത്തിയെ പോലെയല്ല ഫറോ. റോമൻ ചക്രവർത്തി എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും തെറിക്കാവുന്ന ഒരു സ്ഥാനമാണെങ്കിൽ ഈജിപ്തിൽ അങ്ങനെയല്ല. അവരുടെ കൺകണ്ട ദൈവമാണ് ഫറോ. ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം 70 CE അദ്ദേഹം റോമൻ പട്ടണത്തിലേക്ക് മടങ്ങി വരുന്നത്. അവിടെ വന്നതിന് ശേഷം അദ്ദേഹം ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തതിന് ശേഷം ആദ്യം അദ്ദേഹം ചെയ്യുന്നത് ടാക്സ് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. കാരണം അദ്ദേഹത്തിന് മിലിറ്ററിയുടെയും പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെയും വലിയ സപ്പോർട്ട് തന്നെ വേണമായിരുന്നു. അങ്ങനൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ അവരുടെ സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വലിയ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഖജനാവ് ഖാലിയാണ്. അതുകൊണ്ട് ടാക്സ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ടാക്സ് കുത്തനെ വർദ്ധിപ്പിക്കുകയാണ്. വെസ്പേഷ്യൻ്റെ ഈ വിജയം അത് ശരിക്കും വെസ്പേഷ്യൻ്റെ വിജയമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പടയെ നയിച്ച് അവിടെ പോയി വിറ്റിലിയസിനെ കീഴ്പ്പെടുത്തിയത് സിറിയയിലെ ഗവർണറായിട്ടുള്ള മുസിയാനസ് ആണ്. മുസിയാനസിനോട് വലിയ രീതിയിലുള്ള കടപ്പാട് തന്നെയാണ് വെസ്പേഷ്യന് ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം ഒരു കൺസ്യൂളാക്കി മാറ്റുന്നുണ്ട്. അതായത് സെനറ്റിൻ്റെ തന്നെ തലവനായിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ്. കൂടാതെ അദ്ദേഹത്തെ കോ റൂളറാക്കി മാറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ ഒറ്റ ചക്രവർത്തിയല്ല, 2 ചക്രവർത്തിയാണ്. വെസ്പേഷ്യനും അതുപോലെ മുസിയാനസുമാണ്. പക്ഷേ മുസിയാനസിന് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചരിത്ര രേഖകളിലൊന്നും പിന്നീട് മുസിയാനസിൻ്റെ പേര് പരാമർശിക്കുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മരണം തന്നെ ആയിരിക്കാം. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാകാനാണ് സാധ്യത കൂടുതലും. കാരണം അല്ലാതുള്ളൊരു മരണമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ചരിത്രരേഖയുടെ ഒരു ഭാഗമായേനെ. 70 AD മുസിയാനസ് ചക്രവർത്തിയാകുന്നു. 71 AD ആയപ്പോഴേക്കും അദ്ദേഹം നാമാവശേഷനായി. പിന്നെ ഉള്ളത് വെസ്പേഷ്യൻ മാത്രമാണ്. വെസ്പേഷ്യൻ്റെ കാലഘട്ടമാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങു വാഴുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള കലാപമാണ് ജുദയിൽ നടക്കുന്നത്. ജുദയ എന്ന് പറയുന്നത് ഇന്നത്തെ പലസ്തീനും ഇസ്രയേലും ഒക്കെ ഉള്ള ഒരു ഭൂഭാഗമാണ്.
ആ ഭൂഭാഗത്ത് വലിയ രീതിയിലുള്ള ജൂത വിപ്ലവം, ഒരു ജൂ റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്രവർത്തിക്കെതിരെയുള്ള ഒരു റവല്യൂഷൻ തന്നെയാണ്. ശരിക്കും ഈ ജൂതന്മാരെ അടിച്ചൊതുക്കിയിരുന്നത് വെസ്പേഷ്യനായിരുന്നു. പക്ഷേ വെസ്പേഷ്യൻ്റെ ശ്രദ്ധ അവിടെ നിന്നും കുറച്ച് നാളത്തേക്ക് റോമിലേക്ക് മാറി. അത് മുതലാക്കിയിട്ടാണ് അവിടെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം. ജൂതന്മാർ മറ്റുള്ള മനുഷ്യരെ പോലെയല്ല. അവരെ ആരും ഭരിക്കുന്നത് അവർക്കിഷ്ടമല്ല. അവരുടെ വിശ്വാസത്തിന് മേൽ ആരെങ്കിലും ഒരു കടന്നുകയറ്റം നടത്തുകയാണെങ്കിൽ അവരെ നശിപ്പിക്കാനായിട്ട് ഇവർ പരമാവധി ശ്രമിക്കുന്നതാണ്. അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു റെബല്യൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ വെസ്പേഷ്യന് ഈ ഘട്ടത്തിൽ നേരിട്ട് അവിടെ പോയി അത് അടിച്ചമർത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ടൈറ്റസിനാണ്. ടൈറ്റസ് അവിടെ പോയി അതിക്രൂരമായിട്ട് തന്നെയാണ് ജൂതന്മാരെ കൊല്ലുന്നത്. ചരിത്രകാരന്മാരിൽ പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ജൂതന്മാരെ ആ കാലഘട്ടത്തിൽ കൊന്നുകളഞ്ഞു എന്നാണ്. എന്നാൽ മറ്റു ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള നമ്പറാണ്. ഒരു 10,000 അല്ലെങ്കിൽ ഒരു 20,000 ജൂതന്മാരെ മാത്രമേ കൊന്നിട്ടുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ പോലും നല്ലൊരു ശതമാനം ഗവേഷകരും അല്ലെങ്കിൽ ചരിത്രകാരന്മാരും പറയുന്നത് ഹിറ്റ്ലർ കൊന്നതിനേക്കാൾ കൂടുതൽ ജൂതന്മാരെ വെസ്പേഷ്യൻ്റെ ഉത്തരവനുസരിച്ച് ടൈറ്റസ് കൊന്നു തള്ളി എന്നാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ആ കാലഘട്ടത്തിൽ നടക്കുന്നത്. ജെറുസലേം നഗരം തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. വെസ്പേഷ്യൻ്റെ ഉത്തരവ് ഇങ്ങനെയായിരുന്നു: ജൂതന്മാരെ മാത്രം കൊന്നാൽ പോരാ, അവരുടെ സകലതും നശിപ്പിച്ച് കളയണം, അവരുടെ വിശ്വാസങ്ങൾ നശിപ്പിച്ച് കളയണം, അവരുടെ ക്ഷേത്രം, അവർക്ക് വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട് ഈ ജെറുസലേം പട്ടണത്തിൽ, ആ ക്ഷേത്രം അല്ലെങ്കിൽ ആ ടെമ്പിൾ നശിപ്പിച്ച് കളയണം, അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലം ഇല്ലായ്മ ചെയ്യണം. ആ ഒരു ഭൂഭാഗത്ത് ജൂതന്മാർ ജീവിച്ചിരിപ്പില്ലായിരുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഉത്തരവായിരുന്നു ലഭ്യമായിരുന്നത്. ടൈറ്റസ് അത് വ്യക്തമായിട്ട് തന്നെ ചെയ്തു തീർക്കുന്നുമുണ്ട്. അങ്ങനെ ജെറുസലേം പട്ടണം പൂർണ്ണമായിട്ടും റോമൻ പട്ടാളക്കാർ കീഴ്പ്പെടുത്തുകയാണ്. പക്ഷേ ജൂതന്മാർ അതുകൊണ്ടൊന്നും കീഴ്പ്പെടുമായിരുന്നില്ല. അവർ പല പോക്കറ്റുകളിലായിട്ട് നിന്നുകൊണ്ട് വീണ്ടും യുദ്ധം നടത്തുകയാണ്. അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് മസാദ കുന്നിൻ്റെ മുകളിലുള്ള ഒരു വലിയ ഫോർട്ട്. ആ ഫോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷേ ടൈറ്റസ് അവിടെ തുടരുന്നില്ല. കാരണം ജെറുസലേം കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ ചെറിയ പോക്കറ്റുകൾ കീഴ്പ്പെടുത്താനായിട്ട് ടൈറ്റസിൻ്റെ ആവശ്യമില്ല. ഒരു സാധാരണ കമാൻഡർ മാത്രം മതിയാകും. ഒരു സാധാരണ കമാൻഡറിനെ ആ ജോലി ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മടങ്ങി പോവുകയാണ്. ഒരു 3 വർഷം കൂടി മസാദ കുന്നിൻ്റെ മുകളിൽ നിന്ന് ജൂതന്മാർ യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഈ എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു റോമൻ പട്ടാളക്കാർ. കൂടാതെ സായുധ പരിശീലനം ധാരാളമായി ലഭ്യമായിട്ടുള്ള ഒരു പട്ടാളം തന്നെയായിരുന്നു റോമാക്കാർ. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ 73 AD അവരെല്ലാവരും സ്വയം കുത്തി മരിക്കുകയായിരുന്നു. മസാദ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിച്ചേർന്ന റോമൻ പട്ടാളക്കാർക്ക് കാണാൻ സാധ്യമായത് ജീവനറ്റ് കിടക്കുന്ന ജൂതന്മാരെ ആയിരുന്നു. കാരണം റോമക്കാരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ക്രൂരമായിട്ടായിരിക്കും കൊല്ലുന്നത്. ഇനി കൊന്നില്ലെങ്കിൽ അവരുടെ അടിമകളാക്കി മാറ്റുന്നതാണ്. അതിലും ഭേദം സ്വന്തം അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള പ്രായം ചെന്നവരായിട്ടുള്ള ജൂതന്മാർ വേറെയും ഉണ്ടായിരുന്നു. അവർക്ക് യുദ്ധം ചെയ്യാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. അതിൽ നല്ലൊരു ശതമാനവും ജൂത നഗരത്തിൽ നിന്നും ആ പ്രവിശ്യയിൽ നിന്നും പലായനം ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. പക്ഷേ പ്രധാനമായിട്ടും അവർക്ക് പോകാനുണ്ടായിരുന്നത് ഈ റോമൻ സാമ്രാജ്യം തന്നെയായിരുന്നു. കാരണം റോമൻ സാമ്രാജ്യം പരന്നിങ്ങനെ കിടക്കുകയാണല്ലോ. തൊട്ടടുത്തുള്ള സിറിയയിലേക്കോ ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ തുർക്കിയിലേക്കോ ഒക്കെ പോയിട്ട് കാര്യമൊന്നുമില്ല. അതെല്ലാം റോമൻ പ്രവിശ്യ തന്നെയാണ്. കൂടുതൽ ആളുകളും ഈജിപ്തിലേക്കാണ് ഈ കാലഘട്ടത്തിൽ പോകുന്നത്. ഇങ്ങനെ പലായനം ചെയ്ത് റോമൻ സാമ്രാജ്യത്തിൽ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ജൂതന്മാരെ അതുകൊണ്ടൊന്നും വെറുതെ വിടാൻ വെസ്പേഷ്യൻ കൂട്ടാക്കിയിരുന്നില്ല. ആരോഗ്യമുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അടിമകളാക്കി മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം മുകളിൽ കനത്ത ടാക്സ് ആണ് ഏർപ്പാടാക്കുന്നത്. എല്ലാവർക്കുമായിട്ട് ശക്തമായിട്ടുള്ള ഒരു ടാക്സ് ഓൾറെഡി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഒരു പെനാൽറ്റി ടാക്സ് കൂടി ഏർപ്പാടാക്കുന്നത്. ശേഷം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് റോമൻ പട്ടണത്തിൽ, റോമൻ കൊട്ടാരത്തിൽ വെസ്പേഷ്യൻ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ആഘോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് അങ്ങ് ഉത്തരഭാഗത്ത് ഒരു കലാപം നടക്കുന്നുണ്ടായിരുന്നു. ഉത്തരഭാഗം എന്ന് പറയുമ്പോൾ റൈൻ നദിയുടെ ഉത്തരഭാഗം. ആ ഉത്തരഭാഗത്താണ് ഗർമേനിയ ഉള്ളത്. അവിടെ നിന്നും ഒരു പടയെ നയിച്ച് ഒരു വ്യക്തി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജൂലിയസ് സിവിലിയസ് എന്നാണ്. കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം റോമൻ സാമ്രാജ്യത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഒട്ടും സ്ഥിരതയില്ല, എല്ലായ്പ്പോഴും ആഭ്യന്തര ലഹളയാണ്. ഒരു വർഷത്തിനിടയിൽ 4 എംപറർമാരാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇവിടെ ഒരു സാധ്യതയുണ്ട്. വെസ്പേഷ്യനെ ഇപ്പോൾ കൊന്നുകളഞ്ഞാൽ എനിക്ക് അടുത്ത ചക്രവർത്തിയായിട്ട് മാറാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത്ര വലിയൊരു സൈന്യമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്തായാലും ജൂലിയസ് സിവിലിയസ് തൻ്റെ പടയെ നയിച്ചുകൊണ്ട് റൈൻ നദി നീന്തി കടന്നു വരികയാണ്. അവിടെ 2 ലീജിയൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 സൈന്യ വ്യൂഹമുണ്ടായിരുന്നു. ആ സൈന്യ വ്യൂഹത്തെ കൊന്നുകളയുകയാണ്. അവശേഷിച്ച കുറച്ച് പേരൊക്കെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഓടി രക്ഷപ്പെട്ട കുറച്ച് പേർ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന് ആഘോഷത്തിൽ മുഴുകിയിരുന്ന വെസ്പേഷ്യനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒരു പടയെ നയിച്ചുകൊണ്ട് ജൂലിയസ് സിവിലിയസിൻ്റെ സൈന്യം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്പേഷ്യന് വലിയ ദേഷ്യം തന്നെ തോന്നി. അതുകൊണ്ട് തന്നെ 8 ലീജിയൻസിനെയാണ് അവിടേക്ക് അയക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. 8 ലീജിയൻസ് എന്ന് പറയുമ്പോൾ ഈ ജൂലിയസ് സിവിലിയസിൻ്റെ പടയുടെ 4 ഇരട്ടിയാണ്. തീർച്ചയായിട്ടും അവരോട് കൊമ്പ് കോർക്കാൻ പോലും ജൂലിയസ് സിവിലിയസിന് സാധിക്കുമായിരുന്നില്ല. ജൂലിയസ് സിവിലിയസിനെ നാമാവശേഷമാക്കുകയാണ് ഈ വലിയൊരു പട. അത് കഴിഞ്ഞ് ഈ റൈൻ നദിയുടെ തീരങ്ങളിൽ തന്നെ അവർ തമ്പടിക്കുകയാണ്. സ്ഥിരമായിട്ട് അവിടെ തന്നെ ഒരു പാളയം സൃഷ്ടിക്കാനാണ് വെസ്പേഷ്യൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ആ നദിയും കടന്ന് ഇങ്ങോട്ട് ഒരു ഗർമീനേക്കാരും വരാൻ പാടില്ല. ചരിത്രകാരന്മാർ വെസ്പേഷ്യനെ അങ്ങ് പാടി പുകഴ്ത്തുകയാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ പാടി പുകഴ്ത്തിയത് ടസിറ്റിയസ് എന്ന ഒരു ചരിത്രകാരനാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരൻ തന്നെയാണ്. അദ്ദേഹം പാടി പുകഴ്ത്താനുള്ള ചില കാരണങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫ്ലാവിയൻ ഡൈനാസ്റ്റിക്ക് മുമ്പുണ്ടായിരുന്ന ജൂലിയോ ക്ലൗഡിയൻ ഡൈനാസ്റ്റി, അതായത് അഗസ്ത്യ സീസർ മുതൽ ക്ലൗഡിയസ് വരെ ഉണ്ടായിരുന്ന ചക്രവർത്തിമാരുടെ ഡൈനാസ്റ്റി, ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ടാക്റ്റിയസിൻ്റെ കുടുംബത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെയധികം ഉയർന്ന തലത്തിലുള്ള ഒരു നോബിൾ കുടുംബം തന്നെ ആയിരുന്നു. പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊക്കെ അവരുടെ സ്ഥാനമാനങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്തു മാറ്റുകയാണ് ആ കാലഘട്ടത്തിലെ ചക്രവർത്തിമാർ. അതിൻ്റെ വലിയൊരു വൈരാഗ്യം ടാക്റ്റിയസിനുണ്ട്. എന്നാൽ വെസ്പേഷ്യൻ അധികാരത്തിലേറിക്കഴിഞ്ഞപ്പോൾ ടാക്റ്റിയസിൻ്റെ കുടുംബത്തിന് നഷ്ടമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും എടുത്തു കൊടുക്കുകയാണ്. അതിനു പുറമെ ടാക്റ്റിയസിൻ്റെ ഭാര്യ പിതാവായിട്ടുള്ള ജൂലിയസ് അഗ്രിക്കോള അദ്ദേഹത്തെ ബ്രിട്ടൻ്റെ ഗവർണറാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. 77 AD അദ്ദേഹത്തെ ഗവർണറാക്കി മാറ്റുന്നത്. അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നു, ബ്രിട്ടനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുക. ബ്രിട്ടൻ്റെ ദക്ഷിണ ഭാഗം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ അതുകൊണ്ടൊന്നും മതിയാവുകയില്ല. അതിനും അപ്പുറത്തേക്ക് കടന്നു ചെന്ന് കൂടുതൽ ആക്രമിക്കേണ്ടതായിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ വെയിൽസ് പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുകയാണ്. അതും കഴിഞ്ഞ് പിന്നെ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അഗ്രിക്കോള. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടനും കഴിഞ്ഞുള്ള സ്കോട്ട്ലൻഡാണ്. അവിടെ വരെ എത്തിച്ചേരണം. കേൾക്കുമ്പോൾ നമുക്കൊരു അറപ്പൊക്കെ തോന്നുന്ന ഒരു കാര്യമുണ്ട്. യൂറിൻ ടാക്സ് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കരം, അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഏർപ്പെടുത്തുന്നത് വെസ്പേഷ്യനാണ്. അതിനു മുൻപ് നീറോ ചക്രവർത്തിയാണ് ഇത് ആദ്യം ഏർപ്പാടാക്കിയത്. പക്ഷേ അതിന് കൂടുതൽ നിയമങ്ങൾ കൊണ്ടുവരുന്നത് വെസ്പേഷ്യനായിരുന്നു. എന്തിനാണ് ഈ മൂത്രത്തിന് ടാക്സ് ഏർപ്പാടാക്കുന്നത്? മൂത്രം അവിടെ ഒരു വലിയ പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ റോമൻ നഗരത്തിൽ വലിയ രീതിയിലുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ ആളുകൾ കയറി മൂത്രമൊഴിക്കുന്നത് സ്വാഭാവികമാണ്. അവിടെ പൊതുനിരത്ത് മൂത്രമൊഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇങ്ങനെ ഒഴിക്കുന്ന മൂത്രമെല്ലാം ഒരു പൊതു ടാങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അത് കളയാൻ വേണ്ടിയല്ല, ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. അത് വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് വിൽക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ വരുന്ന ടാക്സാണ് മൂത്രത്തിൻ്റെ ടാക്സ്. എന്തിനാണ് ഈ വ്യാവസായിക ശാലകളിൽ ഈ മൂത്രം ഉപയോഗിക്കുന്നത്? അതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കേൾക്കുമ്പോൾ നമുക്കൊരു അറപ്പ് തോന്നും. നമ്മുടെ വസ്ത്രത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കറ, ആ കറ നീക്കം ചെയ്യാനായിട്ട് മൂത്രത്തിലെ അമോണിയയ്ക്ക് സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് ഈ മൂത്രം ഉപയോഗിച്ച് ഡിറ്റർജൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് വൃത്തിയാക്കാൻ വേണ്ടി, വസ്ത്രം വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മൂത്രമാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിനു പുറമെ വസ്ത്രത്തിന് നിറം കൊടുക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഡൈ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ റോമൻ പട്ടണത്തിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡൈയിങ് നടപ്പിലാക്കുന്നത് മൂത്രം ഉപയോഗിച്ചിട്ടായിരുന്നു. ഈ വാർത്ത വലിയ രീതിയിൽ യൂറോപ്പ് മുഴുവൻ പ്രചരിക്കുകയുണ്ടായി. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ എല്ലാവരും കരുതിയിരുന്നത് ഈ മൂത്രക്കരമെന്ന് പറയുമ്പോൾ ഈ പബ്ലിക് ടോയ്ലറ്റിൽ പോയി ആ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് കൊടുക്കുന്ന ഫീസാണെന്നാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കുകയുണ്ടായി.
അതിന് പകരമായിട്ട് അത് മൂത്രമൊഴിക്കുമ്പോൾ ഒരു പൈസ, ഒരു ഫീ ഏർപ്പാടാക്കുന്നതാണ്. ആ കാര്യം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പബ്ലിക് ടോയ്ലറ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ട്വിസ്റ്റ് ചരിത്രകാരന്മാർക്ക് ഡീസൈഫർ ചെയ്യാൻ സാധ്യമായത്. അതായത് അത് വെറും ഒരു മൂത്രക്കരമല്ല, അല്ലെങ്കിൽ ഒരു ഫീസല്ല, ആ മൂത്രം ഒരു ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ വരുന്ന ടാക്സാണ് മൂത്രക്കരം. നീറോ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ 64 AD അല്ലെങ്കിൽ 64 CE വലിയ രീതിയിലുള്ള ഒരു അഗ്നിബാധ സംഭവിച്ചതിനെക്കുറിച്ച് ഞാൻ പഴയ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം നീറോ ചക്രവർത്തി തന്നെ നശിച്ചു പോയ പട്ടണം പുനഃസ്ഥാപിക്കുകയുണ്ടായി. കെട്ടിടങ്ങൾ നിർമ്മിച്ചു. അതിന് പുറമെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള പാലസ് പോലും അദ്ദേഹം നിർമ്മിച്ചു. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കോലാഹലങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് തന്നെ അവതരിപ്പിച്ചതാണ്. പക്ഷേ ആ പണികളൊന്നും അന്ന് പൂർത്തീകരിക്കാൻ നീറോ ചക്രവർത്തിക്ക് സാധ്യമായിരുന്നില്ല. അതിനുശേഷം വന്ന ചക്രവർത്തിമാർക്കും അതിനുള്ള സമയമുണ്ടായിരുന്നില്ല. ഒരുപാട് സ്ഥലങ്ങൾ വേക്കൻ്റായിട്ട് തന്നെ കിടക്കുകയാണ്. അവിടെ അദ്ദേഹം ഒരുപാട് ചെറിയ വീടുകൾ സ്ഥാപിക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് താമസിക്കാനായിട്ട്. ആ കാലഘട്ടത്തിൽ 64 AD വീടുകൾ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർ അഭയാർത്ഥികളെ പോലെ ഊരുതണ്ടി നടക്കുകയാണ്. അവർക്കെല്ലാം താമസ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതിനു പുറമെ കൊളോസിയം സ്ഥാപിക്കാനും ഇദ്ദേഹം മുതിരുകയാണ്. റോമൻ സാമ്രാജ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വലിയ രൂപമുണ്ട്, കൊളോസിയം. അതായത് ഒരു ആംഫി തിയേറ്റർ. അവിടെയാണ് ഗ്ലാഡിയേറ്ററൽ വാർ അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് നടക്കുന്നത്. ഗ്ലാഡിയേറ്റേഴ്സ് പരസ്പരം ആക്രമിക്കുകയും അത് കാണാനായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അവിടെ തമ്പടിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇതിനു മുൻപും അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ടെമ്പററി ആയിരുന്നു. തടി കൊണ്ടും മറ്റും ഒക്കെ സ്ഥാപിച്ചിരുന്ന, അതായത് നമ്മുടെ സർക്കസ് കൂടാരങ്ങൾ പോലുള്ള, അതിനേക്കാളൊക്കെ വലിപ്പത്തിലുള്ള സർക്കസ് കൂടാരത്തിൻ്റെ സമാനമായിട്ടുള്ള കെട്ടിടങ്ങളായിരുന്നു. പക്ഷേ കൊളോസിയം സ്ഥാപിക്കാനായിട്ട് വെസ്പേഷ്യൻ ഉത്തരവ് കൊടുക്കുകയാണ്. ഒരേ സമയം തന്നെ 50,000 പേർക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള കൊളോസിയം. ഈ കൊളോസിയം ശരിക്കും പണിതത് ജൂതന്മാരുടെ രക്തം കൊണ്ടാണെന്ന് പറയുന്നതിൽ തെറ്റുകളൊന്നുമില്ല. കാരണം അടിമകളാക്കി മാറ്റിയിട്ടുള്ള ജൂതന്മാരാണ് ആ കൊളോസിയം നിർമ്മിച്ചത്. അതിനുവേണ്ടി ഉപയോഗിച്ചത് ജൂതന്മാരുടെ പണം തന്നെയായിരുന്നു. അവരിൽ നിന്നും പിടിച്ചെടുത്ത പണം, അവരിൽ നിന്നും ഏർപ്പാടാക്കിക്കൊണ്ടിരുന്ന ടാക്സ്, അതുതന്നെയായിരുന്നു ഇതിൻ്റെ ക്യാപിറ്റൽ. അങ്ങനെ ക്രൂരമായിട്ടുള്ള നടപടികളിലൂടെ ജൂതന്മാരെ കൊന്നു തള്ളിക്കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കെട്ടിട നിർമ്മാണമായിരുന്നു ആ കൊളോസിയം. ആ കൊളോസിയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 50,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കപ്പാസിറ്റി 80,000 ആയിട്ട് ഉയർത്തിയത്. പക്ഷേ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് കാണാനായിട്ട് വെസ്പേഷ്യൻ ഉണ്ടായിരുന്നില്ല. 79 AD ആയപ്പോൾ അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ഒരു രോഗബാധയുണ്ടായി. ആ രോഗബാധയെ തുടർന്ന് അദ്ദേഹം കിടപ്പിലായി. റോമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് വൈദികർ അവിടെ എത്തി അദ്ദേഹത്തെ ചികിത്സിക്കാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ടൊന്നും രക്ഷ ഉണ്ടായിരുന്നില്ല. ആദ്യമുണ്ടായ രോഗബാധ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യമായില്ല. പക്ഷേ പിന്നീട് ഒരു കാര്യം ബോധ്യമായി, അദ്ദേഹത്തിന് ഇപ്പോൾ ഡയേറിയ കൂടിയുണ്ട്. അങ്ങനെ 79 AD അദ്ദേഹം മരണമടയുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ടുള്ള ടൈറ്റസ് ആണ് പിന്നീട് അധികാരത്തിൽ വരുന്നത്. ടൈറ്റസിനാണ് കൊളോസിയം ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരം ലഭ്യമായത്. കാരണം അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിച്ചേർന്ന് തൊട്ടടുത്ത വർഷമാണ് കൊളോസിയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. അങ്ങനെ 80 AD അല്ലെങ്കിൽ 80 CE കൊളോസിയത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. അതിനുശേഷം അധികം ആയുസ്സൊന്നും ഈ ടൈറ്റസിനുണ്ടായിരുന്നില്ല. വെറും 41 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിനും ഒരു രോഗം വന്ന് ആദ്യം കിടപ്പിലായി. പിന്നീട് ഒട്ടും തന്നെ വൈകാതെ അദ്ദേഹം മരണമടയുകയായിരുന്നു. ടൈറ്റസിന് ആൺമക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടുത്ത രാജ്യാധികാരം പോകുന്നത് ടൈറ്റസിൻ്റെ അനിയനായിട്ടുള്ള വെസ്പേഷ്യൻ്റെ ഇളയ മകനായിട്ടുള്ള ഡൊമേഷ്യനാണ്. ഡൊമേഷ്യൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു അധികാരം തന്നിലേക്ക് വരുമെന്ന്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ടൈറ്റസ് വരും. ടൈറ്റസിന് അധികം വൈകാതെ ഒരു ആൺകുട്ടി ഉണ്ടാകും. അടുത്ത ചക്രവർത്തിയാകാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ടൈറ്റസിൻ്റെ മകനായിരിക്കുമെന്നുള്ളൊരു ധാരണ ഡൊമേഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തൻ്റെ സഹോദരൻ മരണമടഞ്ഞു. പെട്ടെന്ന് തന്നെ അധികാരം ആ വ്യക്തിയുടെ കയ്യിൽ എത്തിച്ചേർന്നു. അല്പന് ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് ഈ ഡൊമേഷ്യൻ്റെ കാര്യത്തിൽ കൃത്യമാണ്. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളുടെയൊക്കെ പേരുകൾ മാറ്റുക എന്നതായിരുന്നു. മുമ്പുണ്ടായിരുന്ന ചക്രവർത്തിമാർ സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങൾ പേര് മാറ്റി അതിന് അറ്റകുറ്റപ്പണി നടത്തും. ആ അറ്റകുറ്റപ്പണി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൻ്റെ പേര് ഡൊമേഷ്യൻ്റെ പേര് തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിൽ പേരുമാറ്റം നടത്തുന്നുണ്ട്.
അതിനു പുറമെ ഇദ്ദേഹം ശരിക്കും ഒരു ജോക്കറിൻ്റെ സ്ഥാനത്തേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം ഗർമേനിയയിൽ നടത്തിയ ഒരു ഫേക്ക് യുദ്ധമാണ്. വലിയ രീതിയിലുള്ള പേരും പ്രശസ്തിയും കിട്ടാനായിട്ട് ഗർമേനിയയിൽ ഒരു യുദ്ധം നടത്തി ആ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് ഒരു വലിയ വാർത്ത തന്നെ അടിച്ചിറക്കുകയുണ്ടായി. കലിഗുല മുൻപ് ബ്രിട്ടനിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ തരത്തിലുള്ള ഒരു ഫേക്ക് വാർത്ത തന്നെയായിരുന്നു. പക്ഷേ അന്ന് കലിഗുലയുടേത് വലിയ രീതിയിൽ അത് ഫേക്കാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞില്ല. സെനറ്റിലുള്ള അംഗങ്ങൾ മാത്രമാണ് അത് തിരിച്ചറിഞ്ഞത്. പക്ഷേ ഇത് നാട് മുഴുവനും പാട്ടായി. അങ്ങനെ ഒരു യുദ്ധമേ നടന്നിട്ടില്ല. അയാൾ ആളുകളെ വിഡ്ഢിയാക്കിയായിരുന്നു. അങ്ങനെ ഒരു തമാശ കഥാപാത്രമായിട്ട് ഈ കാലഘട്ടത്തിൽ ഡൊമേഷ്യൻ മാറുകയാണ്. പക്ഷേ ഡൊമേഷ്യൻ്റെ കാലഘട്ടത്തിൽ വേറെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് നേടാനായിട്ട് ഡൊമേഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല. ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നത് ബ്രിട്ടനിലാണ്. ബ്രിട്ടനിൽ അഗ്രിക്കൊള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ബ്രിട്ടൻ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി അതിനപ്പുറമുള്ള സ്കോട്ട്ലൻഡിലേക്ക് പോലും കടന്നു ചെന്നു. അവിടെ ചെറിയ ചില പ്രതിരോധമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അഗ്രിക്കൊളയ്ക്ക്. ഓൾറെഡി കീഴ്പ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടൻ്റെ ചില പ്രവിശ്യകളൊക്കെ വീണ്ടും റെബല്യനൊക്കെ നടത്തിയിട്ട് ആ പ്രദേശം വീണ്ടും പിടിച്ചെടുക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ കൊണ്ടും കൊടുത്തുമൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഗ്രിക്കൊള. പക്ഷേ അതിൻ്റെ നേട്ടമൊന്നും നമുക്ക് ഇവിടെ ഡൊമേഷ്യന് കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. പക്ഷേ ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. ഗർമേനിയ കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. ഗർമേനിയ ഇൻഫീരിയർ, ആ ഇൻഫീരിയർ കീഴടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. എങ്ങനെയാണ് കീഴടങ്ങിയതെന്നൊന്നും ചരിത്രരേഖകൾ പരാമർശിക്കുന്നില്ല. പക്ഷേ ഡൊമേഷ്യൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ ആ ഫേക്ക് യുദ്ധത്തിൻ്റെ ശേഷം പിന്നീട് എപ്പോഴോ ഗർമേനിയൻ ഇൻഫീരിയർ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഗർമേനിയ പൂർണ്ണമായിട്ടും സാമ്രാജ്യത്തിൻ്റെ ഭാഗമാകുന്നില്ല. അതിൻ്റെ ഒരു താഴ്ഭാഗം അല്ലെങ്കിൽ റോമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് സ്വയം തോൽവി സമ്മതിച്ച്. അവിടെ യുദ്ധമൊന്നും നടന്നതായിട്ട് ചരിത്രരേഖകളില്ല. പക്ഷേ അവർ സമാധാന സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് ഇവിടം റോമൻ പ്രൊവിശ്യയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ജൂതന്മാരുടെ തലയിൽ ചാർത്തി കൊടുത്ത അധിക പെനാൽറ്റി ടാക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഡൊമേഷ്യൻ കുറച്ചുകൂടെ കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ പെനാൽറ്റി ടാക്സ് അദ്ദേഹം ക്രിസ്ത്യാനികളുടെ മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യാനികളുടെ തലയിലും വെച്ച് കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് വ്യക്തമല്ല. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ടും ചരിത്രരേഖകൾ പരാമർശിക്കുന്നില്ല. മിക്കവാറും അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കും: എന്തായാലും ധാരാളം പണം വേണം, ഈ ജൂതന്മാരുടെ നിന്നും അധികമായിട്ട് ടാക്സ് ഏർപ്പാടാക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യാനികളിൽ നിന്നും ഏർപ്പാടാക്കാവുന്നതാണ്, അവരൊരു വലിയ പ്രശ്നമായിട്ടൊന്നും ഇങ്ങോട്ട് വരുന്നതല്ല. ആ ചിന്തകളൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും ഈ ക്രൂരതയ്ക്ക് വിധേയരാകേണ്ടി വരികയാണ് ക്രിസ്ത്യാനികൾ. കാരണം വലിയ രീതിയിലുള്ള പണത്തിൻ്റെ ആവശ്യമുണ്ട്. ആംഫി തിയേറ്ററിൽ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പണത്തിൻ്റെ ചിലവുണ്ട്. ആ ആംഫി തിയേറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ കൊളോസിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ 3 ടയറുകളിലായിട്ടാണ് പവലിയൻ ഉള്ളത്. നമ്മൾ ഇന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ള 3 പവലിയൻ. ആദ്യം ഒരു താഴത്തെ തട്ട് കാണും, അതിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ തട്ട് കാണും, അതിൻ്റെ മുകളിൽ മൂന്നാമത്തെ ഒരു തട്ടുണ്ട്. അതിനെയാണ് 3 ടയറുകൾ എന്ന് പറയുന്നത്. സ്ഥാനമാനങ്ങൾ അനുസരിച്ചാണ് ഈ ടയറുകളിൽ ഇരിക്കാൻ സാധ്യമാകുന്നത്. നോബിൾ മെൻ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള കുടുംബങ്ങൾ, അവർക്ക് ഏറ്റവും ഉയർന്ന ടയർ. അതിന് ശേഷം വരുന്നത് പടയാളികൾ, അതുപോലെ പ്രൊട്ടേറിയൻ ഗാർഡ്, അവരുടെ കുടുംബം, അവർക്കാണ് രണ്ടാമത്തെ ടയർ. മൂന്നാമത്തെ ടയർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഫ്രീഡ്മാൻ, അവർക്കൊക്കെ മാത്രമാണ് പ്രവേശനമുള്ളത്. ഇങ്ങനെ വലിയ ക്രൂരതകളൊക്കെ ചെയ്യുന്ന ഒരു അല്പനായിട്ടുള്ളൊരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുക? കൂടെ നിൽക്കുന്നവർക്ക് പോലും അവരോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഡൊമേഷ്യൻ്റെ വേണ്ടപ്പെട്ട വ്യക്തി, അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രീഡ്മാൻ, ഡാമേഷ്യൻ്റെ അടിമയായിരുന്നു മുൻപ്. പിന്നീട് ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഫ്രീഡ്മാനാക്കി മാറ്റുകയായിരുന്നു. ആ ഫ്രീഡ്മാൻ ഡാമേഷ്യനെ പിന്നിൽ നിന്ന് കുത്തി കൊല്ലുകയായിരുന്നു. സെനറ്റ് അംഗങ്ങൾക്ക് അതിൽ വലിയ പങ്ക് തന്നെയുണ്ട്. സെനറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ കൊലപാതകം ചെയ്യുന്നത്. അതിനുശേഷം അധികം വൈകാതെ തന്നെ സെനറ്റ് അംഗങ്ങളുടെ സഹായത്തോടു കൂടി ഒരു വൃദ്ധനായിട്ടുള്ള ചക്രവർത്തി വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മാർക്വസ് കോപ്പിയസ് നെർവ. ഒരു സാധുവായിട്ടുള്ള ചക്രവർത്തിയാണ്. ഈ ചക്രവർത്തിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി അങ്ങോട്ട് വരുന്നത് 5 മികച്ച ചക്രവർത്തിമാരുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടം അറിയപ്പെടുന്നത് ഇതേ പേരിൽ തന്നെയാണ്, ദ പീരീഡ് ഓഫ് 5 ഗുഡ് എംപറേഴ്സ്. സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ആ 5 ഗുഡ് എംപറേഴ്സിൽ ആദ്യത്തെ വ്യക്തി, ആ വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നെർവ. നെർവ വളരെ സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സെനറ്റ് അംഗങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്.
പക്ഷേ പട്ടാളക്കാർക്കും അതുപോലെ പ്രൊട്ടേറിയൻ ഗാർഡിനും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നെർവയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം 2 തവണ കൺസ്യൂൾ ആയിട്ടുണ്ട്. ഒരുപാട് തവണ അദ്ദേഹം സെനറ്റ് അംഗവുമായിരുന്നു. ആ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ചക്രവർത്തിയാക്കി മാറ്റിയിരിക്കുന്നത്. അധികാരത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അനാവശ്യമായിട്ട് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ തലയിൽ വെച്ച് കൊടുത്തിരുന്ന ആ പെനാൽറ്റി ടാക്സ് അത് ഒഴിവാക്കുകയായിരുന്നു. അതിനു പുറമെ സെനറ്റ് അംഗങ്ങൾക്കെതിരെയും കൺസ്യൂളിനെതിരെയും ഒക്കെ അനാവശ്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ട്രയലുകൾ, അതായത് ചക്രവർത്തിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള സെനറ്റ് അംഗങ്ങളെ വിചാരണ ചെയ്ത് അവരെ കൊന്നുകളയുക അല്ലെങ്കിൽ അവരെ നാട് കടത്തി കളയുക. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ചക്രവർത്തിക്ക് ഒരു വൈരാഗ്യം ഉണ്ടായാൽ ഈ ശിക്ഷയൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ട്രയൽ പൂർണ്ണമായിട്ടും എടുത്ത് കളയുകയാണ്. പട്ടാളക്കാർക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരുടെ പ്രധാനപ്പെട്ട എതിർപ്പിനുള്ള കാരണമെന്ന് പറയുന്നത് ഡാമേഷ്യൻ്റെ മരണം തന്നെയാണ്. ആ കൊലപാതകത്തിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി, ആ വ്യക്തി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഒരു വലിയ കോൺസ്പിറസി തിയറി തന്നെ നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെയും ഇപ്പോൾ സെനറ്റിൽ സുഖമായിട്ട് കഴിയുകയാണ്. അവരെ ശിക്ഷിക്കണം, അവരെ കൊന്നുകളയണം. ഇതായിരുന്നു മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുമുള്ള ആവശ്യം. പക്ഷേ സെനറ്റ് അംഗങ്ങൾ നേരെ തിരിച്ചായിരുന്നു. അവർ പറഞ്ഞു അത്തരത്തിലുള്ള ഒരു വിചാരണയും നടത്തേണ്ട ആവശ്യമില്ല, അവരെ ശിക്ഷിക്കാനും പാടില്ല. ചെകുത്താനും കടലിനും ഇടയിലകപ്പെട്ട അവസ്ഥയായിപ്പോയി പാവം നെർവയ്ക്ക്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്തായാലും സെനറ്റിൻ്റെ ഒപ്പം നിൽക്കാമെന്ന് തന്നെയാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. പക്ഷേ പ്രൊട്ടേറിയൻ ഗാർഡ് അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് കരാവോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കുത്തിനി പിടിച്ചു എന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കും. കത്തി കൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്ന് പറയാൻ സാധിക്കും. ഇവിടുത്തെ രസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ പ്രൊട്ടേറിയൻ ഗാർഡെന്ന് പറയുന്നത് ഈ ചക്രവർത്തിയുടെ പേഴ്സണൽ ബോഡി ഗാർഡാണ്. ഈ പ്രൊട്ടേറിയൻ ഗാർഡിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് ചക്രവർത്തിയാണ്. അത് ചക്രവർത്തിയാണ് ഇവരുടെ ഏറ്റവും മുകളിലുള്ള വ്യക്തി. അങ്ങനെ ഒരു പ്രൊട്ടേറിയൻ ഗാർഡ് ഇത്തരത്തിലുള്ള ഒരു ചക്രവർത്തിയെ ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ എങ്ങും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ നെർവയുടെ കാര്യത്തിൽ അത് വളരെ വിഷമത്തോടു കൂടി തന്നെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. നെർവയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഭീഷണിപ്പെടുത്തിയിട്ട് അന്ന് കുറ്റം ചെയ്ത വ്യക്തികളെയൊക്കെ കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കുന്നുണ്ട്. സെനറ്റ് അംഗങ്ങൾക്ക് ഇത് കാരണം നെർവയോട് ഒരു ദേഷ്യമൊക്കെ തോന്നുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൊട്ടേറിയൻ ഗാർഡ് അതുകൊണ്ടൊന്നും ഒതുങ്ങുമായിരുന്നില്ല. അവർ ഇതുപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ചക്രവർത്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പൊതുസ്ഥലത്ത് വെച്ച് തന്നെ പ്രൊട്ടേറിയൻ ഗാർഡിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. പ്രൊട്ടേറിയൻ ഗാർഡ് മികച്ച ഒരു പ്രൊട്ടേറിയൻ ഗാർഡ് തന്നെയാണ്, അതിൻ്റെ നേതാക്കൾ മികച്ച വ്യക്തികളാണ്, അവർ കാരണമാണ് ഈ റോമൻ സാമ്രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്, അവരോട് നമ്മളെപ്പോഴും കടപ്പെട്ടവരായിരിക്കണം, അതുകൊണ്ട് തന്നെ അവരുടെ സാലറി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ബലമായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാർക്ക് പോലും വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നതാണെന്ന്. നെർവയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള നാണക്കേടായിരുന്നു. പക്ഷേ ആരാണ് ഈ നെർവ? നെർവ റോമൻ ചക്രവർത്തിയാണ്. അദ്ദേഹം ബുദ്ധിമാനായിട്ടുള്ളൊരു കൺസ്യൂളായിരുന്നു. ഇപ്പോൾ ചക്രവർത്തി ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയിൽ ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല. ഈ പ്രൊട്ടേറിയൻ നേതാക്കളെ ഒഴിവാക്കണം, അവർക്കെതിരെ പ്രതികാരം നടപ്പിലാക്കണം. സെനറ്റ് അംഗങ്ങളെ കൊണ്ട് അത് സാധിക്കുകയില്ല. കാരണം സെനറ്റ് അംഗങ്ങൾക്ക് അധികാരമുണ്ട്, പക്ഷേ അവർക്ക് നേരിട്ട് പോയി ഇവരെ ആക്രമിക്കാൻ സാധിക്കുകയില്ല. മിലിറ്ററി പൂർണ്ണമായിട്ടും പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ പക്ഷത്ത് തന്നെയാണ്. ഇനി എന്താണ് ഒരു മാർഗം? നെർവയ്ക്ക് മക്കളാരുമില്ല. അപ്പോൾ അദ്ദേഹം മരണമടഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും അടുത്ത ചക്രവർത്തി? ആ ചക്രവർത്തിയെ ചൂസ് ചെയ്യാനുള്ള അധികാരം നെർവയ്ക്കാണുള്ളത്. ഒരു മികച്ച പട്ടാളക്കാരന്, ഒരു കമാൻഡറിനെ തിരഞ്ഞെടുത്താലോ? വിശ്വസ്തനായിരിക്കണം, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം, അതിശക്തനായിരിക്കണം, ആരെയും വകവയ്ക്കാതെ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. പുതിയതായിട്ട് റോമൻ പ്രൊവിഷ്യയുടെ ഭാഗമായി മാറിയ ഗർമേനിയ ഇൻഫീരിയറിലെ കമാൻഡറും അവിടുത്തെ ഗവർണറുമായിട്ടുള്ള ഒരു വ്യക്തി, മാർനസ് ട്രയാനസ് അല്ലെങ്കിൽ ട്രാജൻ. ട്രാജന് നെർവ ഒരു കത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വലിയ സങ്കടത്തിൽ തന്നെയാണ്, എനിക്ക് മക്കളാരും ഇല്ല എന്ന കാര്യം നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. നിന്നെ ഞാൻ ദത്തെടുക്കാൻ പോവുകയാണ്. അതായത് ഞാൻ മരണമടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചക്രവർത്തി നീ ആയിരിക്കും. പക്ഷേ എനിക്കിവിടെ വലിയ രീതിയിലുള്ള ഒരു നാണക്കേടാണ് അനുഭവിക്കേണ്ടി വന്നത്. നീയും അത് അറിഞ്ഞു കാണും. ലോകം മുഴുവനും ഇപ്പോൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രതികാരം വീട്ടണം. ആ പ്രൊട്ടേറിയൻ ലീഡേഴ്സിനെ കൊന്നുകളയണം. എനിക്ക് ഒരു അഭ്യർത്ഥനയാണ് നിന്നോട് പറയാനുള്ളത്. നീയാണ് അടുത്ത ചക്രവർത്തി. എൻ്റെ ഈ അഭ്യർത്ഥന നീ കേൾക്കണം. ഇതെൻ്റെ അപേക്ഷയാണ്. ഈ ഒരു കത്ത് കിട്ടിയതിന് ശേഷം ട്രാജൻ പ്രൊട്ടേറിയൻ ലീഡേഴ്സിന് മറ്റൊരു കത്ത് അയക്കുന്നുണ്ട്.
അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കത്താണ്. നിങ്ങൾ ചെയ്ത കാര്യമൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നേരെ അത് അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ കൊടുത്ത് എൻ്റെ സൈന്യവ്യൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രവിശ്യയായിട്ടുള്ള ഗർമേനിയ ഇൻഫീരിയറിലേക്ക് എത്തിച്ചേരുക. കത്ത് കിട്ടേണ്ട താമസം പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവന്മാർ അവിടേക്ക് കുതിക്കുകയാണ് ആ സ്ഥാനമാനങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട്. പക്ഷേ ഗർമേനിയ ഇൻഫീരിയറിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞതോടുകൂടി ട്രാജൻ്റെ തനിക്കുണം അവർ കാണുകയായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ ലീഡേഴ്സിനെ എല്ലാം കൊന്നുകളയുകയാണ് ട്രാജൻ. അത് ട്രാജൻ്റെ ഒരു ട്രിക്കായിരുന്നു. കാരണം ഒരിക്കലും റോമൻ പട്ടണത്തിൽ പോയി ഇവരെ കൊല്ലാൻ സാധിക്കുകയില്ല. കാരണം അവിടെയുള്ള മിലിറ്ററി ഫോഴ്സും അതുപോലെ പ്രൊട്ടേറിയൻ ഗാർഡും പൂർണ്ണമായിട്ടും അവർക്കൊപ്പം നിലകൊള്ളുന്നതാണ്. ഈ ഒരു ചെറിയ സൈന്യവുമായിട്ട് അങ്ങോട്ട് പോകുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമല്ല എന്ന് വ്യക്തമായിട്ട് ബുദ്ധിമാനായിട്ടുള്ള ഒരു യുദ്ധ രാക്ഷസൻ കൂടിയായിട്ടുള്ള ട്രാജന് അറിയാമായിരുന്നു. ഈ സന്തോഷ വാർത്ത കേട്ട് അധിക നാളൊന്നും ജീവിച്ചിരിക്കാൻ നെർവയ്ക്ക് സാധ്യമാകുന്നില്ല. ഒരു സ്ട്രോക്ക് വന്ന് അദ്ദേഹം മരണമടയുകയാണ്. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ട്രാജൻ ചക്രവർത്തിയായിട്ട് മാറുകയാണ്. ട്രാജന് ആ സന്ദേശം ഗർമേനിയ ഇൻഫീരിയറിൽ എത്തിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആദ്യം അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക് വന്ന് ആ സുഖലോലുപതയുടെ ഒരു ഭാഗമായിട്ട് മാറാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെയാണ് ട്രാജനിലെ മികച്ച ചക്രവർത്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം റോമൻ പട്ടണത്തിലേക്ക് പോകാതെ റൊമാനിയയിലേക്കാണ് പോകുന്നത്. അവിടെ ഡാസിയൻസ് വലിയ രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. റൊമേനിയ ഒരു ബഫർ സ്റ്റേറ്റാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ. അപ്പോൾ അവിടെ നടക്കുന്ന കലാപം ചക്രവർത്തിയായിട്ടുള്ള ഇദ്ദേഹം ഇടപെടേണ്ട കാര്യം തന്നെയാണ്. വേറെ ഏതെങ്കിലും ഒരു കമാൻഡറിനെ അവിടേക്ക് അയക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും മുതിരാതെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ പടയുമായിട്ട് റൊമാനിയയിൽ പോയി ആ കലാപം അടിച്ചൊതുക്കിയാണ്. അങ്ങനെ അടിച്ചൊതുക്കി തൊട്ടടുത്ത വർഷം മാത്രമാണ് അദ്ദേഹം റോമൻ പട്ടണത്തിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോഴേക്കും വർഷം 98 CE ആയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ സെനറ്റ് ഹാളിൽ ചെന്ന് സെനറ്റ് അംഗങ്ങളോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. ആ സമയത്ത് വളരെയധികം ബഹുമാനത്തോടു കൂടി ഒരു ദൈവത്തെ പോലെ തന്നെയാണ് സെനറ്റ് അംഗങ്ങൾ ചക്രവർത്തിയെ കാണുന്നത്. ചക്രവർത്തി വളരെയധികം തലയെടുപ്പോടുകൂടി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ ഘട്ടത്തിൽ മാറുന്നതാണ്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രമെല്ലാം തിരുത്തിക്കുറിച്ചുകൊണ്ടായിരുന്നു ട്രാജൻ്റെ ആ ജൈത്രയാത്ര. ട്രാജൻ നേരിട്ട് സെനറ്റ് ഹാളിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ സെനറ്റ് അംഗങ്ങൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും മുതിർന്ന സെനറ്റ് അംഗങ്ങളുടെ അരികിൽ പോയി അവരുടെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങിക്കുകയാണ് ട്രാജൻ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. കൂടാതെ അതിൽ മുതിർന്ന സെനറ്റ് അംഗങ്ങളെ അദ്ദേഹം വാരി പുണരുന്നുണ്ട്, അവരെ ആലിംഗനം ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളോടെന്ന പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. ഒരു മികച്ച ചക്രവർത്തിയുടെ ലക്ഷണം അതാണ്. അത് സെനറ്റ് അംഗങ്ങളെ വാരി പുണർന്നതുകൊണ്ട് മാത്രം പറഞ്ഞ കാര്യമല്ല, സാധാരണക്കാരോടും ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, കുശലാന്വേഷണങ്ങൾ ചോദിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നുണ്ട്, അതിൻ്റെ പോം വഴി അപ്പോൾ തന്നെ കണ്ടെത്തുന്നുണ്ട്. നേരിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു ചക്രവർത്തി. നമ്മളൊരു തമിഴ് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും, അർജുൻ മുഖ്യമന്ത്രിയാകുന്ന ഒരു തമിഴ് സിനിമ. ജനങ്ങളുടെ ഇടയിൽ പോയി അവരുടെ പ്രശ്നങ്ങൾ കണ്ട് നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ട്രാജൻ്റെ ചരിത്രം മനസ്സിലാക്കിയിട്ടായിരിക്കാം അങ്ങനൊരു കഥാപാത്രത്തെ രൂപീകരിച്ചത്. കാരണം ട്രാജൻ അത്തരത്തിലുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് താക്കീത് കൊടുത്ത് അവരെ നേരായ വഴിയിൽ നയിക്കുന്ന മികച്ച ചക്രവർത്തി തന്നെയായിരുന്നു. അധികാരം ഏറ്റുകഴിഞ്ഞ് പിന്നീടുള്ള 3 മാസം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് ട്രാജൻ സംഘടിപ്പിക്കുന്നത്. ഗ്ലാഡിയേറ്ററിയൽ ഫെസ്റ്റിവൽ എന്ന പേരിലാണ് ആ ആഘോഷങ്ങൾ അറിയപ്പെടുന്നത്. ആംഫി തിയേറ്ററിൽ, അതായത് കൊളോസിയത്തിൽ വെച്ച് തന്നെയാണ് ആ ആഘോഷങ്ങൾ നടക്കുന്നത്. വലിയ രീതിയിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്, രഥയോട്ട മത്സരങ്ങൾ നടക്കുന്നുണ്ട്, ആനിമൽ ഫൈറ്റ്, അതായത് സിംഹവും പുലിയുമായിട്ടൊക്കെ മനുഷ്യർ യുദ്ധം ചെയ്യുന്ന മത്സരങ്ങൾ. ഗ്ലാഡിയേറ്റേഴ്സാണ്, ശക്തരായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ അത്തരത്തിലുള്ള മത്സരങ്ങളിൽ മരിക്കുന്നത് തീർച്ചയായിട്ടും ഗ്ലാഡിയേറ്റേഴ്സ് തന്നെയാണ്. വളരെ വിരളമായിട്ട് മാത്രമാണ് സിംഹങ്ങളെ കൊല്ലുന്നത്. മിക്കപ്പോഴും ഈ ഗ്ലാഡിയേറ്റേഴ്സ് തന്നെയാണ് മരിക്കാറുള്ളത്. പിന്നെ ഒരുപാട് ഗ്ലാഡിയേറ്റേഴ്സ് തമ്മിലുള്ള യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ആ 3 മാസം കൊണ്ട് ഏകദേശം 11,000 ഗ്ലാഡിയേറ്റേഴ്സാണ് മരിച്ചു വീഴുന്നത്. അത് സാക്ഷ്യം വഹിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നവർ 50,000 ഒറ്റഘട്ടത്തിലല്ല, 3 മാസം കൊണ്ട് പലപ്പോഴായിട്ട് എത്തിച്ചേർന്നവരുടെ എണ്ണമാണ് 50,000. പക്ഷേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ട്രാജൻ.
ട്രാജൻ ഏറ്റവും മികച്ച റോമൻ സാമ്രാജ്യം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ഒരു ചക്രവർത്തി തന്നെയാണ്. പക്ഷേ മികച്ച ഒരു ചക്രവർത്തി ആയതുകൊണ്ട് മികച്ച ഒരു മനുഷ്യനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കലിഗുലയെ പോലെ തന്നെ ഒരു പെർവേർട്ട് അല്ലെങ്കിൽ ഒരു കാമഭ്രാന്തനായിരുന്നു ട്രാജൻ. പക്ഷേ കലിഗുലയ്ക്ക് താല്പര്യം സ്ത്രീകളോടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള സെനറ്റ് അംഗങ്ങളുടെ ഭാര്യമാരോടായിരുന്നെങ്കിൽ ട്രാജന് താല്പര്യം കൊച്ചുകുട്ടികളോടായിരുന്നു, പ്രത്യേകിച്ചും ആൺകുട്ടികളോട് തന്നെ ആയിരുന്നു. ആ സമൂഹം അത് കണ്ടില്ല എന്ന് നടിച്ചു. ഏതാണ്ട് ആ പട്ടണത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികളൊക്കെ തന്നെയും അയാളുടെ കാമഭ്രാന്തിന് ഇരയാകേണ്ടി വന്നു. അവരുടെ മാതാപിതാക്കൾ അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. ട്രാജൻ അധികാരത്തിലേറി ഒരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. വർഷം 113 CE. ആ ഘട്ടത്തിൽ പാർത്തിയൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പാർത്തിയൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാൻ ഭൂഭാഗം ഭരിച്ചിരുന്ന ഒരു വലിയ ഡൈനാസ്റ്റി തന്നെയാണ്. റോമൻ സാമ്രാജ്യത്തിന് എന്നും ഒരു വെല്ലുവിളിയായിരുന്നു പാർത്തിയൻസ് ഇത്തവണ ആക്രമിച്ചിരിക്കുന്നത് അർമേനിയയാണ്. ഈ വാർത്ത കേൾക്കേണ്ട താമസം ഒരു വലിയ പടയെ നയിച്ചുകൊണ്ട് പുറപ്പെടുകയാണ് അവിടേക്ക് നമ്മുടെ ചക്രവർത്തി. അധികമൊന്നും ദിവസം എടുക്കേണ്ടി വന്നില്ല ട്രാജന് അവരെ കീഴ്പ്പെടുത്താൻ സാധ്യമായി. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ ദേഷ്യം ശമിക്കുമായിരുന്നില്ല. അവിടെ നിന്ന് വീണ്ടും യുദ്ധം ചെയ്ത് പാർത്തിയൻസിൻ്റെ തട്ടകത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം കീഴ്പ്പെടുത്തുന്നത് ബാബിലോണാണ്. അതും കഴിഞ്ഞിട്ട് പാർത്തിയൻസിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ടെസാഫോണും കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് മെസപ്പൊട്ടോമിയ എന്ന മഹത്തായ നഗരം കീഴ്പ്പെടുത്തുന്നത്. മെസപ്പൊട്ടോമിയ കീഴ്പ്പെടുത്തിയതിന് ശേഷമാണ് ട്രാജന് രോഗബാധ ഉണ്ടാകുന്നത്. പലരും പറയുന്നത് അദ്ദേഹത്തിന് വിഷം കൊടുത്തു എന്നാണ്. പക്ഷേ അത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിന് രോഗബാധയുണ്ടായി ശയ്യയിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം തിരികെ റോമൻ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നതായിരുന്നു. ആ പട്ടണത്തിൽ കിടന്നുകൊണ്ട് മരിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പരിവാരങ്ങൾ അദ്ദേഹത്തെയും തോളിലേറ്റിക്കൊണ്ട് അവിടെ നിന്നും റോമൻ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ യാത്രാമധ്യേ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ട്രാജന് പക്ഷേ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരാളുടെ പേര് പറയുകയുണ്ടായി. അയാളുടെ കസിനായിട്ടുള്ള ഹാർഡിയൻ കസിനാണ്. സഹോദരനായിരുന്നെങ്കിൽ എളുപ്പം തന്നെ അടുത്ത ചക്രവർത്തിയായി മാറാമായിരുന്നു. പക്ഷേ കസിൻ ആയതുകൊണ്ട് ആദ്യം ഹാർഡിയനെ ഞാൻ എൻ്റെ ദത്തുപുത്രനായിട്ട് ഏറ്റെടുക്കുന്നു എന്നാണ് ചക്രവർത്തി പറയുന്നത്. അതിനുശേഷമാണ് ഹാർഡിയനെ അടുത്ത ചക്രവർത്തിയായിട്ട് അവരോധിക്കുന്നത്. അങ്ങനെ റോമൻ സാമ്രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഏറ്റവും കഴിവുള്ള ചക്രവർത്തി മരണമടയുകയാണ്. വലിയ രീതിയിൽ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു ആ മരണം സംഭവിച്ചത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി തീർപ്പ് കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു അദ്ദേഹം ഒരു കാമഭ്രാന്തനായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഒരു ചക്രവർത്തി എന്ന ഒരു സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ച ഒരു നേതാവ് തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും മികച്ച തെളിവ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ട്രാജൻ്റെ മരണശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന ഓരോ ചക്രവർത്തിമാരും ആ അധികാരത്തിലേക്ക് ഏറുന്ന സമയത്ത് ഒരു പ്രാർത്ഥനാ ഗീതം മുഴങ്ങുന്നതാണ്. താങ്കൾക്ക് അഗസ്റ്റ്യസ് സീസറിനേക്കാൾ മികച്ച ഭാഗ്യമുള്ള ഒരു ചക്രവർത്തിയാകാൻ സാധ്യമാകട്ടെ, ട്രാജനേക്കാൾ മികച്ച ഒരു ചക്രവർത്തിയാകാൻ സാധ്യമാകട്ടെ. അതായത് ട്രാജൻ എക്കാലത്തെയും പ്രിയപ്പെട്ട മികച്ച ഒരു ചക്രവർത്തി തന്നെയായിരുന്നു. സംഭവബഹുലമായിട്ടുള്ള റോമൻ ചരിത്രം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന്. അതിനി അധികം ദൂരമൊന്നുമില്ല. ഇനി വരാൻ പോകുന്നത് ഒരുപാട് സംഭവബഹുലമായിട്ടുള്ള റോമൻ ചരിത്രം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റിലാക്കി ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതൊന്ന് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്.